Today we are going to talk about regression analysis. റിഗ്രഷൻ അനാലിസിസ് എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് കോറിലേഷൻ എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ കോറിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോറിലേഷൻ എന്ന് പറയുന്ന ടൂളിൽ നമുക്ക് ആ വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. എത്രത്തോളം ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒരിക്കലും നമുക്ക് ഒരു വേരിയബിളിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് എസ്റ്റിമേഷൻ നടത്താനോ പ്രെഡിക്ഷൻ നടത്താനോ ഒന്നും സാധിക്കില്ല. അതായത് ആ രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ അതിൽ ഒരു വേരിയബിളിനെ എടുത്തു അതിന് ഇത്ര വാല്യൂ ആണെങ്കിൽ മറ്റൊരു വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള പ്രെഡിക്ഷൻ നടത്തുക അല്ലെങ്കിൽ എസ്റ്റിമേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് statistical processes for estimating the relationship between a dependent variable and one or more independent variables. ഒന്നോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിനെയാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. റിഗ്രഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് പ്രെഡിക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഈ റിഗ്രഷൻ അനാലിസിസ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് അതിലേതൊക്കെ വേരിയബിളാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതെല്ലാമാണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ കോസ് എന്നാണ് പറയുന്നത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് അതിൻ്റെ എഫക്റ്റ്. അപ്പോൾ ഇതിൽ കൂടി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കൂടി നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്താൽ മതി. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റിഗ്രഷൻ അനാലിസിസ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് റിഗ്രഷൻ നോക്കാം. അതായത് റിഗ്രഷൻ അനാലിസിസിനെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. സിമ്പിൾ റിഗ്രഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനാലിസിസ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ടു വേരിയബിൾസ് ഓൺലി. അതായത് രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പാണ് നമ്മളവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മളവിടെ സ്റ്റഡി ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ടുള്ള അനാലിസിസ് ആണ് നടത്തുന്നതെന്ന് വെച്ചാൽ അതിനെ നമ്മൾ സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയും. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടായിരിക്കും. ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ ബേസ് ചെയ്തുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അവിടെ ഉണ്ടാവും. അതിൻ്റെ വാല്യൂ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയും. ഈ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിഗ്രഷൻ്റെ ഒരു കർവ് കിട്ടും. ആ പ്ലോട്ട് ചെയ്തിട്ടുള്ള വാല്യൂസ് എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു കർവ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ കർവ് നമുക്ക് ചിലപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോർമാറ്റിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? അത് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഇഫ് സച്ച് കർവ് ഓഫ് റിഗ്രഷൻ ഈസ് ഫോംഡ് ടു എ സ്ട്രെയിറ്റ് ലൈൻ, നമുക്ക് ആ റിഗ്രഷൻ്റെ കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയും. ഇനി നമുക്ക് ആ റിഗ്രഷൻ കർവ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഫോർമാറ്റിൽ നമുക്കത് ഫോം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോൺ ലീനിയർ കോറിലേഷൻ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ടോട്ടൽ ആൻഡ് പാർഷ്യൽ റിഗ്രഷൻ. ടോട്ടൽ റിഗ്രഷൻ അനാലിസിസിൽ ഓൾ ദ ഇൻഫ്ലുവൻസിങ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ കൺസിഡേർഡ് വൈൽ ഫോർ എസ്റ്റിമേറ്റിംഗ് ദ വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് ടോട്ടൽ റിഗ്രഷൻ ആണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റഡി നടത്തുകയാണ്. അപ്പോൾ ആ സ്റ്റഡിയിൽ എത്ര ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടോ അതെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ആ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ എസ്റ്റിമേഷൻ നടത്തുന്നു. ഇനി പാർഷ്യൽ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുമ്പം നമ്മളവിടെ റെലവൻ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് മാത്രം കൺസിഡർ ചെയ്യുന്നു. അതായത് നമുക്ക് അവിടെ ഒരുപാട് വേരിയബിൾസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലെല്ലാ വേരിയബിൾസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യില്ല. നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ റെലവൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് മാത്രം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ പ്രെഡിക്ഷൻ നടത്തുകയാണെന്ന് വിചാരിക്കും. അതിനെയാണ് പാർഷ്യൽ റിഗ്രഷൻ എന്ന് പറയുന്നത്.
ലൈൻസ് ഓഫ് റിഗ്രഷൻ എന്താണെന്നുള്ളത് പഠിക്കാം. ഇപ്പോൾ ലൈൻസ് ഓഫ് റിഗ്രഷനെ നമ്മൾ റിഗ്രഷൻ ലൈൻ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സിംഗിൾ ലൈൻ ദാറ്റ് ബെസ്റ്റ് ഫിറ്റ്സ് ദി ഡാറ്റ. അതായത് നമ്മുടെ റിഗ്രഷനിലെ 2 വേരിയബിൾസിൻ്റെ ഡാറ്റേനെ ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്ന ആ 2 വേരിയബിൾസിൻ്റെ വാല്യൂസിനോടും ഏറ്റവും അടുത്ത് ക്ലോസ് ആയി വരുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, സിംഗിൾ ലൈനാണ് നമ്മൾ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റിഗ്രഷൻ്റെ ആ 2 വേരിയബിൾസിൻ്റെ വാല്യൂ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ വാല്യൂസ് പ്ലോട്ട് ചെയ്യുമ്പോൾ ആ വാല്യൂസ് ഒരു ട്രെൻഡ് ഷോ ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു പാറ്റേൺ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ വാല്യൂസിൻ്റെ എല്ലാത്തിനെയും കൺസിഡർ ചെയ്തിട്ട് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സിൻ്റെ ബേസിസിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിനെയാണ് നമ്മൾ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്നും പറയും. ഈ ഒരു ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ള എല്ലാ വാല്യൂസിൽ നിന്നും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു ലൈനിലേക്ക് ഉണ്ടാവുള്ളൂ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് 2 വേരിയബിൾസ് ആർ കൺസിഡർ ഫോർ റിഗ്രഷൻ അനാലിസിസ് ദെയർ വിൽ ബി 2 റിഗ്രഷൻ ഇക്വേഷൻ. അതായത് 2 വേരിയബിൾസ് കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അപ്പോൾ അവിടെ നമുക്ക് 2 റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ടായിരിക്കും. ആ ഇക്വേഷൻ്റെ പേരാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ എക്സ് ആൻഡ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. അതിനെ ഓർത്താൽ മതി, ഇത് 2 വേരിയബിൾസ് ആണ്, വൈയും എക്സും 2 വേരിയബിൾസ് ആണ്. അപ്പോൾ ഒന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണെങ്കിൽ മറ്റേതിൻ്റെ വാല്യൂ നമ്മൾ എസ്റ്റിമേഷൻ നടത്തുന്നു. അപ്പോൾ വൈനെ ബേസ് ചെയ്തുകൊണ്ട് എക്സിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, എക്സിനെ ബേസ് ചെയ്തുകൊണ്ട് വൈൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അത്രയുമാണ് ഈ റിഗ്രഷൻ ഇക്വേഷനിൽ പറയുന്നത്. ഇനി റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ റിഗ്രഷൻ ലൈൻ വൈ ഓൺ എക്സ് എന്ന് പറയുമ്പം വൈ ആണ് അതിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എക്സ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് വൈ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വാല്യൂ ഓഫ് എക്സ്. അതായത് വൈ ഓൺ എക്സിൻ്റെ കേസിൽ വൈ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂവിനോട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും വൈൻ്റെ വാല്യൂ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ എന്താണെന്ന് നോക്കാം. എക്സ് ഓൺ വൈ എന്ന് പറയുമ്പോൾ എക്സ് ആയിരിക്കും അവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, വൈ ആണ് അവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ അവിടെ വാല്യൂ ഓഫ് എക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് വൈ. അപ്പോൾ അവിടെ വൈൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എക്സിൻ്റെ വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ റിഗ്രഷൻ ലൈൻ്റെ ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷനാണ് പറയുന്നത്. വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇനി ഇക്വേഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈയുടെ കേസിൽ നമ്മുടെ ഇക്വേഷൻ വരുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഓക്കെ, അപ്പോൾ വൈയും എക്സും വൈയും ഇവിടെ നമ്മുടെ വേരിയബിൾസ് ആണെന്നുള്ളത് ആലോചിക്കുക. ഇനി വൈ ബാർ എക്സ് ബാർ ഉണ്ട്, അത് ആ വൈൻ്റെ വാല്യൂസിൻ്റെ മീൻ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ് ബാറിൻ്റെ കേസിൽ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണോ അതിൻ്റെ മീൻ വാല്യൂ ആണ് അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ബി വൈ എക്സും ബി എക്സ് വൈ എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ് ഈ ബി വൈ എക്സും ബി എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബി വൈ എക്സും ബി എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേറെ 2 ചെറിയ ഫോർമുല ഉണ്ട്. അപ്പോൾ ബി വൈ എക്സിൻ്റെ ഫോർമുല നോക്കുക. എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇനി അതേപോലെ തന്നെ ബി എക്സ് വൈ ആവുന്ന സമയത്ത് എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ റിഗ്രഷനിൽ ഈ 2 ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വൈ ഓൺ എക്സും എക്സ് ഓൺ വൈയും ഇക്വേഷൻസ് ആദ്യമേ ബൈ ഹാർട്ട് ചെയ്യുക. ദെൻ ബി വൈ എക്സും ബി എക്സ് വൈയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതും പഠിച്ചു വെക്കുക. ഇനി ഇവിടെ ഈ ബി വൈ എക്സും ബി എക്സ് വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും ന്യൂമറേറ്റർ സെയിം തന്നെയാണ്, ഡിനോമിനേറ്ററിൽ മാത്രമാണ് മാറ്റം വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി പഠിക്കുക. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് അനുസരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് ബി വൈ എക്സും ബി എക്സ് വൈയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ബി വൈ എക്സും ബി എക്സ് വൈയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വേറെയും കുറച്ച് മെത്തേഡുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോറിലേഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, വൈൻ്റെയും എക്സിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ ആ കേസിൽ നമുക്ക് സിമ്പിളായിട്ട് ബി വൈ എക്സും ബി എക്സ് വൈയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കാം, ബി വൈ എക്സ് ഈക്വൽ ടു ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. ഓക്കെ, ഇനി ബി എക്സ് വൈ ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അവിടെ സിഗ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആക്ച്വൽ മീനിലെ ഡീവിയേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബി വൈ എക്സും ബി എക്സ് വൈൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആ കേസിൽ ബി വൈ എക്സ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഹോൾ ഡിവൈഡ് ബൈ സിഗ്മ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇനി അതേപോലെ തന്നെ ബി എക്സ് വൈ ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഹോൾ ഡിവൈഡ് ബൈ സിഗ്മ വൈ മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ.
ഇനി അതേപോലെ അസ്യൂംഡ് മീൻ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡീവിയേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബി വൈ എക്സും ബി എക്സ് വൈയും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബി വൈ എക്സ് ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ. ഇനി ബി എക്സ് വൈ ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ എളുപ്പത്തിന് വേണമെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് മാത്രം ഡയറക്റ്റ് മെത്തേഡും എന്താണെങ്കിലും പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തരുന്ന കേസിലും ബി വൈ എക്സും ബി എക്സ് വൈയും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ആ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, മറ്റേത് രണ്ടും ആക്ച്വൽ മീനും അസ്യൂംഡ് മീനിലെ ഡീവിയേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, നമ്മൾ കോറിലേഷനിൽ ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല. ഡയറക്റ്റ് മെത്തേഡോ ആക്ച്വൽ മീനോ അസ്യൂംഡ് മീനോ ഏത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മെത്തേഡ് പഠിച്ചു വയ്ക്കുക. ഡയറക്റ്റ് മെത്തേഡ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുള്ള കേസ് അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്.